ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പർശനത്തെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം, അല്ലേ? പക്ഷേ സ്പർശനത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ആഴമുള്ളതാക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇത് വെറുമൊരു ശരീരം കൊണ്ടുള്ള അടുപ്പമല്ല, മനസ്സുകൊണ്ട് നമ്മളെ ഒരുപാട് അടുപ്പിക്കുന്ന ഒരു കലയാണ്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കും എത്രത്തോളം അറിയാം? അതായത് അതിന്റെ ഇഷ്ടങ്ങൾ, അതിന്റെ പ്രതികരണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ അറിയുക എന്നതാണ്. വളരെ സിമ്പിളല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെപ്പറ്റി ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ആത്മവിശ്വാസത്തോടെ നമ്മുടെ പങ്കാളിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അപ്പോ എന്തിനാണ് ഈ സ്വയം സ്പർശിക്കുന്നത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എവിടെ സ്പർശിക്കുമ്പോഴാണ് സുഖം തോന്നുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് നിങ്ങളെ പാർട്ട്ണറോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇതിൽ നാണിക്കാനോ മടിക്കാനോ ഒന്നുമില്ല. ഇത് തികച്ചും സ്വാഭാവികവും ആരോഗ്യകരവുമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും സ്വന്തം ശരീരത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കാനും ഒരുപാട് സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനങ്ങനെ ശരി തെറ്റ് എന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇതൊരു പേഴ്സണൽ ജേണിയാണ്. ആരുടെയും സമ്മർദ്ദമില്ലാതെ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ ശരീരം എന്താണ് ശരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന് സ്വയം കണ്ടെത്തുക. അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെപ്പറ്റി മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മുടെ പങ്കാളിയെ, ഒരു പുരുഷനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് നോക്കാം. ഇതത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ, പിന്നെ തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി. പുരുഷന്മാർക്കും അവരുടെ ശരീരം എക്സ്പ്ലോർ ചെയ്യാൻ പല വഴികളുണ്ട്. ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാം, പലതരം ഗ്രിപ്പുകൾ, പല സ്പീഡ്, പല പ്രഷർ, ഇതൊക്കെയൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിലേറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? നിങ്ങളിങ്ങനെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ നേരിട്ട് കാണിച്ചു കൊടുക്കുക എന്നതാണ്. അത് നിങ്ങളുടെ ഇടയിലുള്ള അടുപ്പം കൂട്ടാൻ ശരിക്കും സഹായിക്കും. അപ്പോൾ പങ്കാളിക്ക് എന്തൊക്കെ ചെയ്യാം? ഇതിന് ഏറ്റവും നല്ലൊരു വഴി അവൻ സ്വയം എങ്ങനെയാണ് സ്പർശിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക എന്നതാണ്. അതിൽ നിന്നു തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവൻ്റെ റിയാക്ഷൻസ് അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗൈഡ്. വൃഷ്ണങ്ങൾ തൊട്ട് ലിംഗത്തിൻ്റെ അറ്റം വരെ ഓരോ ഭാഗവും ക്ഷമയോടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൃഷ്ണങ്ങൾ, അതായത് ടെസ്റ്റിക്കിൾസ്, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും വളരെ വളരെ സൗമ്യമായിരിക്കണം. ഒരു ചെറിയ വേദന മതിയാകും മൊത്തം മൂടും കളയാൻ. അവൻ ഓർഗാസത്തിലേക്ക് അടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, അവന്റെ വൃഷണങ്ങൾ മുറുകുന്നതുപോലെ തോന്നും. ലിംഗം ചെറുതായി പൾസ് ചെയ്യുന്നത് പോലെ അനുഭവപ്പെടും. ഇതൊക്കെ അതിന്റെ സൂചനകളാണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കണം എന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ പുരുഷന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി നമുക്കൊരു സ്ത്രീയെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് നോക്കാം. അവരുടെ ശരീരത്തിന്റെ ചില പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാം. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. പുരുഷന്മാർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഉറച്ച സ്പർശനവും വേഗതയും ഇഷ്ടമായിരിക്കാം. പക്ഷേ സ്ത്രീകൾക്ക് സാധാരണയായി കുറച്ചുകൂടി മൃദുവായ, വേഗത കുറഞ്ഞ സ്പർശനമാണ് കൂടുതലിഷ്ടം. അതുപോലെ നേരിട്ടുള്ള ഉത്തേജനത്തേക്കാൾ അതിന്റെ ചുറ്റുപാടുമുള്ള ഉത്തേജനമായിരിക്കാം അവർക്ക് കൂടുതൽ ആസ്വാദ്യകരം. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ക്ലിറ്റോറിസിന്റെ അറ്റത്ത് നേരിട്ട് സ്പർശിക്കുന്നത് ചിലപ്പോൾ ഓവർ സെൻസിറ്റീവായി തോന്നാം. അത് പലർക്കും അത്ര സുഖകരമായിരിക്കില്ല. അപ്പോൾ അതിനു പകരം അതിനു ചുറ്റും വളരെ മൃദുവായി സർക്കുലർ മോഷനിൽ ഒന്ന് സ്പർശിച്ചു നോക്കുക. വീണ്ടും പറയുന്നു, അവളുടെ റിയാക്ഷൻസ് അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗൈഡ്. ഇവിടെയും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളായിരിക്കുക എന്നതാണ്. പോൺ സിനിമകളിലോ മറ്റോ കാണുന്നത് അതുപോലെ കോപ്പിയടിക്കാൻ ശ്രമിക്കരുത്. പകരം നിങ്ങൾക്കെന്താണ് ശരിക്കും ഇഷ്ടമെന്ന് സത്യസന്ധമായി പങ്കാളിയെ കാണിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. ഇനി സ്ത്രീകളിലെ ജി സ്പോട്ടിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? യോനിയുടെ മുകൾ ഭിത്തിയിൽ കുറച്ച് ഇഞ്ച് ഉള്ളിലായി കാണുന്നൊരു ഭാഗമാണിത്. ഇങ്ങോട്ട് വാ എന്ന രീതിയിൽ വിരലുകൾ വളച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പോഞ്ചി ഏരിയ പോലെ ഫീൽ ചെയ്യും. ഇത് ഉത്തേജിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു പുതിയ തരം അനുഭവം തന്നെ നൽകിയേക്കാം. ശരി, അപ്പോൾ നമ്മൾ രണ്ടുപേരെക്കുറിച്ചും തനിത്തനിയായി സംസാരിച്ചു. ഇനി ഈ അറിവുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരുമിച്ച് ഓർഗാസത്തിലേക്ക് എത്താം എന്ന് നോക്കാം, അല്ലേ? ഇവിടെ ഒരു സിമ്പിൾ റൂളുണ്ട്. സ്ത്രീയുടെ സന്തോഷത്തിന് മുൻഗണന കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം സ്ത്രീകൾക്ക് ഓർഗാസത്തിൽ എത്താൻ വേണ്ടിവരും. അപ്പോൾ അവൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് രണ്ടുപേർക്കും ഒരേ സമയം സംതൃപ്തി കിട്ടാൻ സഹായിക്കും. അപ്പോൾ അവള് ഓർഗാസത്തിലേക്കിങ്ങനെ അടുക്കുമ്പോൾ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾക്കും അതിൽ പങ്കുചേരാം. എങ്ങനെ? അവളെ നിരീക്ഷിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ.
ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻറ്റൻസും അടുപ്പം കൂട്ടുന്നതുമായ ഒരു അനുഭവമായിരിക്കും. ഇനി വേറൊരു ടെക്നിക്കാണ് ഫ്രൊട്ടേജ്. ഇത് സിമ്പിളായി പറഞ്ഞാൽ വസ്ത്രം ധരിച്ചോ അല്ലാതെയോ ജനനേന്ദ്രിയങ്ങൾ പരസ്പരം ഉരസി സുഖം കണ്ടെത്തുന്ന ഒരു രീതിയാണ്. ഇതൊരു നല്ല ഓൾട്ടർനേറ്റീവ് ആകാം. പിന്നെ ഒരു കാര്യം, ഓർഗാസം ഉണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ മടിക്കരുത്. ആ ശബ്ദങ്ങളും റിയാക്ഷൻസുമൊക്കെ നിങ്ങളുടെ പങ്കാളിക്ക് ശരിക്കും ഒരു ടേൺ ഓൺ ആയിരിക്കും. നിങ്ങളുടെ സന്തോഷം കാണുന്നത് അവരെയും കൂടുതൽ എക്സൈറ്റഡ് ആക്കും. അപ്പോ നമ്മൾ ഈ സംസാരിച്ചതൊക്കെ വെറും ഒരു ഫിസിക്കൽ ആക്റ്റാണെന്ന് മാത്രം കരുതരുത്. അതിനപ്പുറം ഇത് വളരെ ആഴത്തിലുള്ള ഒരു ഇൻറ്റിമസിയുടെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാല് ഇതൊരു അടിപൊളി ഫോർപ്ലേ മാത്രമല്ല, ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിന് പകരമായി വയ്ക്കാവുന്ന അത്രയും തന്നെ ഇൻറ്റൻസും സംതൃപ്തിയും നൽകുന്ന ഒരു അനുഭവം കൂടിയാണിത്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? ആ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ അടുപ്പത്തിന് ഒരു പുതിയ മാനം നൽകാൻ ശ്രമിച്ചു നോക്കൂ.